നമ്മളെ കുറേ കാലത്തെ ഒരു ആഗ്രഹമാണ് കേട്ടോ, എല്ലാവരും പാടെ കൂടിയിട്ട് ഒന്ന് പുറത്ത് പോകണം എന്നുള്ളത്. ജിമിക്ക് വേണ്ടത് വേണ്ടേ? ഇതെന്തേ ഓൾഡ് ഫാഷൻ? ഗോൾഡിന്റെ ഗ്യാരണ്ടി ആ കമ്മല ചെറുത് കമ്മലോ? എന്താ പോലെ തോന്നണ? മുടി ഞാൻ അയച്ചിരുന്നോ? എന്തോ പോലെ തോന്നിട്ടോ. കുപ്പിവളകൾ കിട്ടണോ? ഗിഫ്റ്റ് ഇതത്ര വേണ്ട. ഇത് എത്ര മുടി വിടർത്തിയിടാത്ത കൊണ്ടാണ് അതങ്ങനെ വിടർത്തിയിടണതല്ലേ. അത് വിടർത്തിയിടാത്ത കൊണ്ട് അമ്മോന് തോന്നണത്. ഇതിട്ടിട്ട് എങ്ങനെയുണ്ട്? ഇത് മതിയോ? സന്തോഷം. 100/100 അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി മക്കള് കേട്ടോ. കമ്മലിടുമ്പോ ഈ കമ്മല് വേണ്ട അമ്മ, കമ്മല് മതി എന്നൊക്കെ ഉള്ളത്. അപ്പൊ അയ്യോ അത് നോക്ക് മുട്ടണു. അത് ഇനി ശരിയാവും. ഇങ്ങനെ മുടിയിട്ട ശരിയല്ലേ? ഇങ്ങനെ ഇടുമ്പോ അമ്മ സാരി ഇട്ടാ മതിയല്ലേ? സാരി ഇടുമ്പോ സാരിയല്ലേ? സാരിന്റെ അടി ഈ കമ്മലിനെക്കാട്ടും നല്ല ആ കമ്മലല്ലടി അല്ലേ? ഇത് 100/100 ഇതാ നല്ലത്. 99. ഇതെന്തായാലും ബാഗിൽ വെക്കണേ കമ്മല്, എന്നിട്ട് അവിടെ നിന്ന് ഇടാ. അതാ നല്ലത്. ഇത് ഇട്ട് കഴിഞ്ഞാൽ വേറെന്താ? ഇതെങ്ങനെയുണ്ടമ്മു? ഇഷ്ടായോ? ആ പക്ഷെ ഇത് ഇട്ടിട്ടില്ലേട്ടാ നടക്കാൻ പറ്റുമെന്ന് തോന്നണില്ല. കാരണം എന്താന്ന് പറയാ, ഇത് നമ്മള് വീടിന്റെ ഫംഗ്ഷന്റെ ആ സമയത്ത് വാങ്ങിയ കമ്മലാണ് കേട്ടോ. ഇത് നമുക്ക് ഊരി വെച്ചിട്ട് ഊരി വെക്കണ്ടേ? ഇത് കാത് തൂങ്ങും, അല്ലെങ്കിൽ തൂങ്ങിട്ട. അപ്പൊ ഞങ്ങളേ ഒരു ചീർപ്പ് വെച്ചു. നമ്മൾ കുറച്ച് ലോങ് ആണ് കേട്ടോ പോണത്, അടുത്തൊന്നല്ല. അപ്പൊ നമ്മള് പോയിട്ട് നമ്മുടെ വിശേഷങ്ങളൊക്കെ കാണാം. ഇത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്താ ഇത്രയുള്ളൂ കേട്ടോ എൻ്റെ ഒരുക്കമാനങ്ങള്. സുകന്യയുടെ ഒക്കെ അവിടെ പുറപ്പെടൽ കഴിഞ്ഞു. അപ്പൊ ഈ ഒരു ചെറിയ കമ്മല് ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. എന്തിനെന്നറിയാം? വണ്ടി ദൂരി വെച്ചിട്ട് ദൂരിയൊക്കെ ഇട്ടെ അവിടെ ചെന്നിട്ട് ഇതിടാം. നമ്മളില്ലേ വാളയാറെത്തിട്ടോ. അതാ ആ വണ്ടിയില് സുകന്യ കുട്ടി അച്ചുട്ടിയും കുട്ടിയോളും ആ വണ്ടിയിലാണ് കേട്ടോ. നമ്മൾ ഈ വണ്ടിയിലും കണ്ടോ, നമ്മുടെ മുമ്പിൽ അവരുണ്ട്, അവരുടെ ബാക്കില് അവര് കുറേ നേരത്തെ എത്തിട്ടോ. ഞങ്ങള് ഇവിടെ ചെക്ക് പോസ്റ്റ് അല്ലേ? തൂക്കുപാലം. അവിടെ ചെന്നപ്പോ ഗൂഗിൾ പേ ഇല്ലേ, വർക്ക് ചെയ്യണേയില്ല. ഇതാട്ട വണ്ടി, അവരുടെ വണ്ടി കണ്ട. ഞങ്ങളപ്പോ അവര് പോണ വണ്ടി കണ്ട ടാറ്റ തരുന്നുണ്ട്. എല്ലാവർക്കും പാടെ പോണം പറഞ്ഞ വെച്ചാൽ നമുക്കൊരു വലിയ വണ്ടി വേണം കേട്ടോ. പക്ഷെ അതില്ലല്ലോ. അപ്പൊ അത് കാരണം നമ്മള് 2 വണ്ടിയിലായി അല്ലേ? എങ്ങനെ മഴ ചാർന്നു, വല്ലാണ്ട് പെയ്യണില്ല, എന്നാല് ചാറിയും കൊണ്ടിരിക്കുകയും ചെയ്യണുണ്ട്. ഇവിടെ പൊന്നു അവിടെ പൊളിക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. ഞാനത് തമിഴ്നാട് കണ്ടിട്ടില്ല കേട്ടോ. ഞാനൊക്കെ ആദ്യമായിട്ടാണ്. ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. അപ്പൊ നമ്മള് ആദ്യമായിട്ടാണ് കോയമ്പത്തൂർക്ക് പോണേ അല്ലേ? ആദ്യമായിട്ടാണ്. അമ്മയും കണ്ടിട്ടില്ലല്ലോ? ഞാനും കണ്ടിട്ടില്ല. പാലക്കാട് ഇപ്പുറം കണ്ടിട്ടില്ല. പാലക്കാട് ഇപ്പുറം കണ്ടിട്ടില്ല. അപ്പൊ പാലക്കാട് കണ്ടിട്ടുണ്ട്. മറ്റേ വഴിയില് തൃശ്ശൂർക്കൊക്കെ പോയിട്ടുണ്ട്. നമ്മള് പക്ഷെ ഈസിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയോ വർഷങ്ങൾ ആനകട്ടി വഴി കോയമ്പത്തൂർ മലയാളം സംസാരിക്കില്ല. അതെ. വാളയാർ പരമശിവൻ ഒരു ഇതിലുണ്ടായിരുന്നില്ലേ ദിലീപ് അഭിനയിച്ചതിലേട്ടാ? എന്തായാലും സത്യം പറയാച്ചല്ലേ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ചോറൊക്കെ എടുത്തിരിക്കുകയാണ് കേട്ടോ.
ഞങ്ങക്ക് ഈ എവിടെയെങ്കിലും ഒരു യാത്ര എത്ര കാലമായി തുടങ്ങിയിട്ട്? ഈ ഒരു യാത്ര കുറേ വർഷങ്ങളായി നമ്മൾ ചെയ്യണം എന്ന് വിചാരിക്കണം കേട്ടോ. ഇതുവരെ നമുക്കത് പറ്റിയിട്ടില്ല. ഇനി വരുമ്പോഴേക്കും ആർക്കെങ്കിലും ഇത് മതി. നമ്മളിപ്പോ ഇപ്രാവശ്യം പിന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല, പോണെന്ന് വിചാരിച്ച് പോണം പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ ഒരുങ്ങിട്ട് ഇപ്പൊ എത്രയായി? ഒരു മാസമായി. ഒരു മാസമായി നമ്മള് പോണെന്ന് പറഞ്ഞിട്ടേ. അപ്പൊ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ അല്ലേ. ചോറെടുത്തത് നന്നായി തോന്നുന്നു, കാരണം ഇവിടെ നിന്ന് അധികം കടകളൊന്നും കാണാനില്ല. നമുക്ക് ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ കോയമ്പത്തൂര് സേലം ബാംഗ്ലൂരു. ഒരു ദിവസം ബാംഗ്ലൂര് പോണല്ലേ. ബാംഗ്ലൂർ പോണ നേരെ പോയി ബാംഗ്ലൂർ 387 കിലോമീറ്ററോ മറ്റുണ്ടായി ബാംഗ്ലൂര്. അപ്പൊ ഇതാണോ കഴിഞ്ഞോ? ചെക്ക് പോസ്റ്റ് കഴിഞ്ഞോ? അതാ ട്രെയിൻ അതാ വരുന്നുണ്ട് മെല്ലെ എന്ത് കാണില്ല. വണ്ടി തീവണ്ടിയോ? അവിടെയൊക്കെ മരങ്ങളായിട്ട് കാണില്ല. ഇതാ ഇവിടുത്തെ ചെടികൾ നോക്കിയൊക്കെ, ഇതൊക്കെ ഓരോന്ന് പറിച്ചു കൊണ്ടുപോകാൻ പറ്റണോ അല്ലേ? ഈ പോലീസുകാരന്റെ പിന്നാലെ അമ്മ പോകണ്ട്. ഒന്നും ഒരു തൊടാനായിട്ടില്ല. പോലീസുകാരൊക്കെ നിൽക്കണം. ചെക്കിംഗ് ആണ്. അതാ വണ്ടി. അതവിടെ ഇതെന്താ ഇത്ര മെല്ലെ പോണെന്നില്ല. ഇറങ്ങണുള്ളൂ. പക്ഷെ ഇവനാണേ. നമുക്ക് ഇനി ഒരു ദിവസം ട്രെയിനിൽ കയറണം കേട്ടോ അതാണ്ടോ അല്ലേ? എന്താണ് ഫ്ലൈറ്റ് കയറണം പറയുമ്പോൾ ട്രെയിന് കയറണം. നമ്മളാകില്ലേ ട്രെയിനില് 2 പ്രാവശ്യം കയറിയിട്ടുള്ളൂ. 4 പ്രാവശ്യം അങ്ങോട്ട് പോകാനോ അങ്ങോട്ട് പോകാനോ ഇങ്ങോട്ട് പോകാനോ അങ്ങനെ കയറിയിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മള് ട്രെയിനിൽ അയ്യോ ഒരു പ്രാവശ്യം ഞങ്ങള് കോഴിക്കോട് പോകാൻ ട്രെയിനിൽ കയറിയിട്ട് അത് ഞാൻ പറഞ്ഞില്ലേ പിടിച്ചങ്ങോട്ട് ഇട്ടിട്ട്, അന്ന് നമ്മുടെ കിച്ചോട്ടും ചെറുതാണ്. എന്റെ ഭഗവാനി നുള്ളിയിട്ടും പിച്ചിട്ടും തല്ലിയിട്ടും ട്രെയിന് നിങ്ങളെ പിടിച്ചിട്ടല്ലേ ട്രെയിന് പിടിച്ചിട്ടു. ആ പിടിച്ചിട്ടു എന്ന് പറഞ്ഞാൽ വണ്ടിയോ? ആ വണ്ടി 5 മണിക്കൂർ മഴ കാരണം. അയ്യോ എന്നിട്ട് ഞങ്ങള് അല്ലേ കിച്ചു കൊണ്ട് തുടങ്ങിയില്ലേ ബഹളം വെക്കാന്. എപ്പൊക്കെ അന്നത്തോടെ പൂതി മാറി. അന്ന് അനിയേട്ടൻ ബസ്സിന് പോവാ പറഞ്ഞപ്പോ ഞാൻ ട്രെയിനിൽ കയറിയിട്ടില്ല, അങ്ങനെ ട്രെയിനിൽ പോവാ. നമ്മുടെ മുമ്പിൽ തന്നെ വണ്ടി ഉണ്ട് കേട്ടാ. നമ്മുടെ വണ്ടി ഉണ്ടെന്ന്. നമ്മുടെ വണ്ടിയല്ല, സതിയേട്ടന്റെ വണ്ടി. അത് ഇവിടെ തന്നെയല്ലേ. വേറെ ആൾക്കാരെ വണ്ടി. ഓടിക്കണൊക്കെ നമ്മൾ തന്നെയല്ലേ. അപ്പൊ എല്ലാം നമ്മുടെ വണ്ടി ഒക്കെ നമ്മുടെ വണ്ടി. നമ്മളിപ്പോ ഉപയോഗിക്കുമ്പോ അത് നമ്മുടെ സാധനം, നമ്മളത് ഉപയോഗിക്കാതിരിക്കുമ്പോ അത് വേറുള്ളവരുടെ സാധനം. പൈസ മുടക്കാൻ കേട്ടുകൊണ്ടിട്ടുള്ള ഒരു സാധനം. അതുവരെ ഇപ്പൊ നമ്മക്കല്ലേ ഇതിന്റെ ഉത്തരവാദിത്വം. അപ്പൊ അതെന്താണ് അനിയേട്ടാ? നമ്മുടെ വണ്ടി. വണ്ടി കൊണ്ടുവരുന്ന സാധനം നല്ല സ്ഥലങ്ങളിലെ KFC ഉണ്ട് കേറിയാലോ. നമ്മള് കഴിച്ചിട്ടില്ല. അച്ഛൻ എന്തൊക്കെ വാങ്ങിത്തരും നോക്കാലോ അവിടെ ചെന്നിട്ട്. നല്ല നമ്മളെന്താ KFC അമ്മോ നോക്കടി അങ്ങോട്ട് നോക്കിയൊക്കെ. കിച്ചു പറയണേ കേട്ടോ. HP ഗ്യാസിന്റെ വലിയൊരു സംഭവമാണ്. എന്താണ്ട് ഗ്യാസ് കൊണ്ടുവരില്ലേ ടാങ്കറുകള്, അത് കണ്ടപ്പോ കിച്ചു പറയണത് ഇവിടെയാണ് കേട്ടോ ഗ്യാസ് ഉണ്ടാക്കണത്. ഇവിടെ ഈ മലകളൊക്കെ നോക്കി. പനകള് ഇവിടെ ഇല്ല, മുട്ടി ഉണ്ടാവേ. പനകള് ആ അപ്പുറത്തെ ഭാഗത്ത് കോയമ്പത്തൂർ ഏരിയ ഇല്ലേ. പക്ഷെ ഞാൻ കണ്ടല്ലോ അത് തെങ്ങല്ലേ, ഇത് പന. എവിടെ ഒരു കരിമ്പനേനെ കണ്ടിട്ട്? ഒരു കരിമ്പന അമ്മ കൊണ്ട് തിരിഞ്ഞു നോക്കിയൊക്കെ ഇങ്ങോട്ട് നോക്കിയൊക്കെ വീടുകൾ കാണണെങ്കില് നമ്മള് കാണുമ്പല്ലേ നമ്മുടെ കൂട്ടുകാർക്കും കാണാലേട്ടാ ഉള്ളത് കേട്ടോ. അത് അങ്ങോട്ട് നോക്കിയൊക്കെ മലകള് പിന്നെ നമ്മുടെ അവിടെ കാണാതെ മലകള് കണ്ടു മടുത്തു. ഓരോ മണ്ണാർക്കാട് ഇത്ര ഭംഗിയുണ്ട് ആ മലകള് ഇത്ര ഭംഗിയില്ല. ആ മലകൾക്കൊക്കെ മലയുണ്ട്. അതെങ്ങനെയാണ് ഇതിപ്പോ നമ്മളെങ്ങനെയാ ഓരോ ഭാഗം ഈ ആകാശത്തിലും മേഘങ്ങളും എല്ലാ ഒരു കാലാവസ്ഥ നന്നായി. നമ്മുടെ അവിടെ മഴയാണ് കേട്ടൊന്ന്. ഞങ്ങള് രാവിലെ വിചാരിച്ചു ആറ്റുനേറ്റ് പോവാൻ നിക്കണ സമയത്ത് ഇന്ന് മഴയും അത്ര ഉണ്ട് തൊണ്ടുഭാഗ്യം എന്ന് വിചാരിച്ചു. പക്ഷെ എന്താ ഈ ഭാഗത്തേക്ക് ചൂട് വരുന്നുണ്ട് കേട്ടോ.
ഏ പഴോ അതിനിവിടെ ഇവിടെയും കടയില്ല കുഞ്ഞാ. കുറച്ചങ്ങോട്ട് പോകേണ്ടി വരും. വണ്ടി നിർത്തിയിട്ട് ഇവിടുന്ന് എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കാം. ഞങ്ങള് എവിടെ കഴിക്കാതിരിക്കുക? ഇവിടെയൊക്കെ പിന്നെ പറ്റില്ല ഏട്ടാ, ഇവിടെയൊക്കെ വൃത്തിയുണ്ട് ചില ഭാഗത്ത്. ഇത് വാളയാറ് കഴിഞ്ഞ് ഫസ്റ്റ് വന്നിട്ടല്ലേ ഇനി എപ്പോഴാ ഏട്ടാ അടുത്ത പിരിവ്? അടുത്ത പിരിവ്. വളവല്ല ഏട്ടൻ പറഞ്ഞില്ല ഇനി ഒരു പിരിവും കൂടി ഈ ഉണ്ട്. ഭാഗങ്ങളിൽ കൂടുതൽ ലോറികളാണല്ലേ. വേറെ വേണ്ടോ വെറും ലോറിട്ട് ഈ റൂട്ടിലില്ലേ ഒരു സൗണ്ട് കേട്ടോ, പരപ്പരപ്പരപ്പരേ വണ്ടി പോകുമ്പോലെ. ഈ അടി കൂടെ പാലണ്ടോ? അതിവിടെ റപ്രൈസിങ് അല്ല, നടന്നു പോയിരിക്കും. അതുകൊണ്ട് റഫായിട്ടുള്ള റോഡ് എന്താ നമ്മള് ട്രെയിനിൽ പോകുമ്പോൾ ഉണ്ടാവില്ലേ ഒരു സൗണ്ട്, ആ ഒരു സൗണ്ട് അല്ലേ? അങ്ങോട്ടൊക്കെ നോക്കി നോക്കാൻ പൊട്ടിയെ. ഞാൻ എപ്പോഴും എന്താ എനിക്ക് ഇഷ്ടമുള്ളൊരു കളറാണ് കേട്ടോ. അതാ കണ്ടോ ആ ആകാശത്തിൽ കിടക്കുന്ന ഒരു നീല കളറ്. ഇതുവരെ നമുക്ക് ആ ഡ്രസ്സിന്റെ ഒരു കളറ് കിട്ടിയിട്ടേ ഇല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മള് നോക്കിയ എവിടെ പോയി തുണിക്കടയിൽ പോയി ഏരിയ മാറിയപ്പോ കണ്ടാൻ പറ്റി തമിഴും ഇംഗ്ലീഷും. തമിഴ് നമുക്ക് വായിക്കാറില്ല, അപ്പൊ ഇംഗ്ലീഷ് അതാ അതിന്റെ വീട്ടിൽ ആ മലയുടെ മുകളിൽ ഒരു വീട് മലയുടെ മുകളിൽ കൊണ്ടിട്ട് നോക്കി. അതാ സതിയുടെ അപ്പടെത്തി. എന്താ ഏട്ടെങ്ങനെ പറയുന്നത് വെച്ചാൽ നമ്മൾ ആദ്യമായിട്ടല്ലേ ഇവിടേക്ക് വരുന്നത്, അപ്പൊ നമുക്ക് അതിൻ്റെതായ ഒരു സന്തോഷം ഉണ്ടായില്ലേ. എനിക്ക് നല്ല ആഗ്രഹം കേട്ടോ ഇങ്ങനെ പുറത്തു കൂടെ പോയി ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണണം എന്നുള്ളത്. പിന്നെ ഒരു സങ്കടം എന്താ വെച്ചാൽ നമ്മുടെ പപ്പു ഇല്ലേ, പപ്പു ഇപ്പോഴൊന്നും പപ്പുവിന് കുഴപ്പമുണ്ടാവില്ല. ഒരു രാത്രി ഒരു 7 മണി 6:30 കഴിഞ്ഞ് അവന് ഭയങ്കര അടങ്ങാറാവും. നമ്മളാരും ഇല്ലല്ലോ, അപ്പൊ നമ്മള് ലൈറ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ വന്നിരിക്കണത്. പിന്നെ അടുത്ത് നമ്മള് നേരം ആകുമ്പോ അടുത്ത വീട്ടുകാരോട് ഒന്ന് വിളിച്ചു പറയുന്നത്. ആ നോക്കുമ്പോ മല, ഈ മല അടുത്താ തോന്നുന്നുണ്ട്. അടുത്ത് കാണുമ്പോ അമ്പലം എന്നല്ല, അതാ നോക്ക് മുകളിലൊരു അമ്പലം നോക്ക്. നോക്കണ്ട കേട്ടോ, ഞങ്ങൾ നോക്കിക്കോളാം. അതാ കണ്ടോ അമ്പലം. എന്താ അമ്മ ഇനി നമുക്ക് പഴനിക്ക് പോണല്ലേ ഏട്ടാ ഒരു ദിവസം. എല്ലായിടക്കും പോണം. അമ്മേന്റെ ഒരു ഫാൻസ്, അമ്മേന്റെ ഒരു ഫാൻസ്. അതാണ് എന്റെ കുഞ്ഞുണ്ണിയാണതേ. അയ്യോ അയ്യോ വണ്ടിയിൽ കൊണ്ടുപോകാം. നമ്മൾ വഴി തെറ്റിപ്പോയിരിക്കുന്നു അല്ലേ. അതാ കണ്ടോ അമ്പലാണത്, കണ്ടോ ശ്രീരാമക്ഷേത്രം എന്തോ ഒരു അമ്പലാണത്. മലയില് ഞങ്ങൾ എന്തായാലും വന്ന വഴി തെറ്റിപ്പോയല്ല അതിനെ വണ്ടി പോല അപ്പുറത്ത് കൂടെ പോകണേ. ആ ഗൂഗിൾ മാപ്പിനോട് ചോദിച്ചു നോക്ക, അതാണ് പറഞ്ഞാൽ ഫുൾ തെറ്റ പറഞ്ഞത്. ആ ഈ വണ്ടിയൊന്നും നമ്മള് നോക്കി നോക്കാൻ പറ്റി. ഇവിടുത്തെ വീടുകൾ നമ്മുടെ വീടുകളുടെ പോലെ ഇല്ല, കണ്ടോ അതിലാണ് സിമ്പിളാ. സതിയേട്ടൻ്റെ വന്നില്ല. ഒട്ടിട്ടോ ആ ഇതന്നെ തന്നെ അവിടെ ഇവിടെ ഒരു കട കണ്ടിരുന്നു ഞാൻ. കടന്നല്ല ഒരു അമ്പലം ഉണ്ടാവും. കണ്ടമ്മുട്ടി ഈ ഒരു ഇതിലില്ലേ താഴത്തെ ഒരു കുടുംബം താമസിക്കും, മുകളിലൊരു കുടുംബം താമസിക്കും. നമ്മുടെ വീട് പോലെ ഇല്ല, നമ്മുടെ അവിടുത്തെ പോലെ ഇല്ല. താഴത്തെ ഒരു കുടുംബങ്ങളൊന്നും അല്ല ഉണ്ടാവുള്ളൂ. 2 കുടുംബങ്ങൾ. ഒരു റൂമിലെ ഒരു കുടുംബം, ബാക്കിയുള്ള റൂമാര് വാടകയ്ക്കാണ്ട് കൊടുക്കും. അയ്യോ ഇതില് ഇങ്ങനത്തേക്കിലൊക്കെ താമസിക്കണം ഭയങ്കര ബുദ്ധിമുട്ടാവും.
ഭയങ്കര ഉയരം ഇല്ലാണ്ട് അതിലത്ര തന്നെ ഉണ്ടാവുള്ളൂ. ഇവിടെ മഴ കുറവല്ലേ? അല്ല ഇവിടെ ഇങ്ങനെ തെളിഞ്ഞ് കാണുന്ന പോലെ നമ്മളവിടെ മരത്തിന്റെ ഇടയിൽ കണ്ടോ, കാഞ്ഞിരപ്പുഴയിൽ നിന്ന് എടുക്കണ പോലെ ഉണ്ട് അല്ലേ? എന്താ ചൂട് കണ്ടില്ലേ ഇവിടെ? കണ്ടോ, നോക്കി നോക്ക്. ഞങ്ങളില്ലേ വഴി തെറ്റി ഒരു ഭാഗത്തു കൂടെ പോയി വേറൊരു ഭാഗത്തു കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇനി എന്താ അതാണ് നമുക്ക് അറിയാത്ത ആൾക്കാരെ കൊണ്ട് ഇത് എന്താ പ്രശ്നം അറിയാം, ഏത് കൂടെ പോവാന്ന് കൂടി ചോദിക്കാൻ അറിയില്ല. തമിഴ് തമിഴ് അറിയാത്തോണ്ട് അരിയ പിന്നെ ഇങ്ങനെ ഇതാവും. സുകന്യക്ക് അറിയാം തമിഴ്, നമുക്ക് അറിയില്ല കേട്ടോ. അവള് തമിഴൊക്കെ പഠിച്ചേക്കണോ? അവള് അവളുടെ വലിയ വീട് ഉണ്ടല്ലോ. പിന്നെ തമിഴ് പടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതുപോലെ സംസാരിക്കും. തമിഴ് സിനിമ അമ്മ വേണമെങ്കിൽ ഇംഗ്ലീഷിൽ ചോദിക്കാതെ ഓക്കെ പറഞ്ഞ പോലെ അല്ലേ. ഭാഷയൊന്നും ഒരു പ്രശ്നമില്ല അമ്മൂട്ടി. അല്ല പിന്നെ വഴി റെഡിയല്ലേ? ഇതാ ഇങ്ങനെ പോണതല്ലേ. നീലക്കുളത്തിന്റെ പോണ ആരാ നോക്ക് അല്ലേ? ഓരോടത്തും നിർത്തിക്ക. അവര് ഏട്ടാ ഇങ്ങനെ വീടാവും, നിറയെ തെങ്ങുകളുണ്ട് ഇവിടെ. ഇങ്ങനെ വീടാവുമ്പോഴേ ഈ മഴ പെയ്യുമ്പോ എന്താ ചെയ്യാ? നമ്മുടെ അവിടെയൊക്കെ സൺസൈഡ് ഒക്കെ വരില്ലേ? എന്നെ പഠിച്ച അങ്ങനെ മഴ വരില്ലേ? അതാണ്ടോ ഈ വീടുകളൊക്കെ ശരിക്കും ഒരു പെട്ടി പോലെ അല്ലേ? നോക്ക്, ഇത് വീടല്ല, പെട്ടികളാ. ആ. നല്ല രസമുണ്ട് കേട്ടോ വീടുകളൊക്കെ കാണാനേ. നമ്മളാദ്യമായിട്ട് കാണല്ലേ, അതും കൊണ്ടായിരിക്കും നമുക്ക് അങ്ങനെ ഒരു ഇത് തോന്നുന്നത് അല്ലേ. മോളുകൾ കവർ ചെയ്തിട്ടില്ല അല്ലേ? ചുമരിന്റെ വെച്ച പോലെ സൺസൈഡും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അതന്നെ പറയണേ, കാണാനൊരു നല്ല ഭംഗിയുണ്ട്. ഞാൻ വിചാരിക്കണേ പക്ഷെ ഈ മഴവെള്ളം ഇങ്ങനെ ചുമരിക്കൂടെ വലിക്കില്ലേ? അതിന് മഴ കുറവല്ലേ അവിടെ? അത് മഴ കുറവാണ്. അതുകൊണ്ട് മഴ പെയ്ത് കഴിഞ്ഞാ പക്ഷെ നമ്മുടെയൊക്കെ ആ ഒരു രീതി കാലാവസ്ഥയൊക്കെ അല്ലേ, പാലക്കാടിന്റെ ആ ഒരു തന്നെയാണ് ചൂടും ഒക്കെ. ഈ ചൂടും കാര്യങ്ങളും നമ്മുടെ അവിടേക്ക് കയറി. നമ്മുടെ അവിടുത്തെ അപേക്ഷിച്ച് നോക്കുമ്പോ തിരക്ക് കുറവുള്ള പോലെ തോന്നുന്നുണ്ട്. അത് കോയമ്പത്തൂർ ടൗണിൽ കയറിയിട്ടില്ല, അതുകൊണ്ടാണ് തോന്നുന്നത്. ഇനിയും ടൗണിക്ക് പോകണ്ട നമ്മള്. ടൗണിൽ പോയി കഴിഞ്ഞാൽ ഇതൊന്നല്ല അവസ്ഥ. ഒരുപാട് ബ്ലോക്ക് ആയിട്ട് കോയമ്പത്തൂർ നിൽക്കാം. ഞാനൊക്കെ പറ്റാറില്ല, ബ്ലോക്ക് വരും. പൊന്നേരിയുടെ ചോറും രസമൊക്കെ കൂട്ടിട്ട് ചോറുണ്ണാന് അല്ലേ. നമ്മള് പൊന്നേരി പൊന്നേരിയാവും എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ വേണ്ട ഭക്ഷണം നമ്മൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടാ. നമുക്ക് പൊന്നേരി ആർക്കും പറ്റാത്തൊരു സാധനമാണ്. നല്ല ചന്തണ്ടല്ലോ തണുപ്പ്. ഈ മരത്തിന്റെ ഒക്കെ ചോട്ടിൽ ഇങ്ങനെ നിൽക്കുമ്പോ പുളിമരങ്ങളാണ് കൂടുതലും. 200 മീറ്റർ കഴിയുമ്പോൾ അല്പം ഇടത്തോട്ട് തിരിയുക. അത് സ്ഥലം വീതി കൂട്ടുകയാണ്. മല പൊളിച്ചിട്ടേ മീറ്റർ കഴിയുമ്പോൾ അല്പം ഇടത്തോട്ട് തിരിയുക. ആ ഇതൊക്കെ നോക്ക്, അപ്പുറത്ത് കൂടെ വരുമ്പോ ചാടിക്കിടക്കാനും കൂടി പറ്റില്ല അല്ലേ. നല്ല പാറക്കല്ലുകളാണ് കേട്ടോ. റോഡ് വീതി കൂട്ടുക തോന്നുന്നുണ്ടല്ലേ ഏട്ടാ. ഉരുൾപൊട്ടലുണ്ടാവില്ലേ ഇനി നമ്മള് വരുന്ന സമയത്തൊക്കെ ആ മല അവിടെ നോക്കി നോക്ക്. മറ്റേത് എന്ത് പനയുടെ പൂമ്പോ ആ കരിമ്പ് ഇളനീരോ? ആ എന്റെ കുഞ്ഞുണ്ണിക്ക് പാവട്ടോ നോക്കിക്കൊണ്ടേ നിൽക്കുന്നു. ഇന്ന് അവൻ ഇങ്ങോട്ട് കയറി മതിയായിരുന്നു. അവനപ്പോ അതിലൊന്നല്ല, ടാറ്റരെ മാത്രമാണ്. ടാറ്റാ. ഈ ഭാഗത്ത് ഈ ഭാഗമൊക്കെ മാന്തിനാണ്. റോഡ് ഓരോന്നുണ്ടാക്കുക. ഇടത്തോട്ട് തിരിയുക. വേഗം അറിയേ അറിയാമെന്നല്ല, അവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. ഞാൻ അവിടെ എഴുതി വെച്ച് തമിഴ് അമ്മയ്ക്ക് വായിക്കാറില്ല. എന്താ കിച്ചുക്ക റോഡിന്റെ ആ ഭാഗം വലുതാക്കുമ്പോ എന്താണെന്നറിയോ ഇത് വേണ്ടിട്ട്. ഇവിടുന്ന് അങ്ങോട്ടും ഉണ്ട് അല്ലേ, അവിടെ ഉണ്ട് അമ്മൂട്ടി കണ്ടോ വികസനം കൊണ്ടിരിക്കുക. പിന്നെന്താ ഇതെന്താ മലയാളം എന്ത് പാടിയത്? ശിരുവാണി ഡാം നമ്മുടെ അവിടെ ഇല്ലേ? മലമ്പുഴ ഡാം നമ്മളുടെ അവിടെ. ഏ നമ്മളുടെ അവിടെ മലമ്പുഴ അല്ല, നമ്മുടെ അവിടെ ശിരുവാണി ഡാം ഉണ്ട്. ആ അമ്മൂട്ടി ശിരുവാണി ഡാം നമ്മുടെ അവിടെയാണേ. നമ്മളവിടെ പോയില്ലേ ഒരു പ്രാവശ്യം. കല്ലടിക്കോടി 3 ഏക്കർ ആ ഭാഗം. കല്ലടിക്കോട ഞങ്ങളുടെ അടുത്താണ് കേട്ടോ ശിരുവാണി. അപ്പൊ ഇവിടെ കേട്ടപ്പോ നമുക്ക് സന്തോഷം. ശരിക്കും അത് കൂടെ നടന്നു വന്നായിരുന്നു അല്ലേ. അമ്മേന്റെ ബുദ്ധി ഉണ്ടല്ലോ ഇവിടെ.
എന്താ പറയാ, ചിരുവാണി ഡാം അല്ലേ, നമ്മള് പോയി അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് പോയി കാണാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഒരു പ്രാവശ്യം നമുക്കൊന്ന് പോയി നോക്കണം അല്ലേ? ഈ അനിയലിന് എങ്ങനെയാണെന്നറിയോ, ആളെ മനുഷ്യനില്ലാത്ത അങ്ങോട്ട് പോകേണ്ട ആൾ മനുഷ്യനില്ല. ഇപ്പൊ അങ്ങനെയല്ലാത്ത ചൂട് കാറ്റമ്മ. എന്താ കുട്ടി ഇവിടെ മൊത്തം ചൂടല്ലേ? ഇവിടെയൊക്കെ നോക്കാൻ മുട്ടിയെ. നമ്മളവിടുത്തെ വേനൽക്കാലത്ത് ചെടിയിൽ നിൽക്കണ പോലെയാണ് ഇവിടെ നിൽക്കണത്. ഇതെന്താല്ലേ പാറകള് നോക്ക്, കുത്തനെ കുത്തനെ നിക്കണത് കണ്ടോ? അതിലൊരു വീട് വെച്ചു. അതില് വീടല്ല, അമ്പലാണ്. ഇത് വീടല്ലേ, ഇത് അമ്പലാണ്. കണ്ടോ? അവിടെ ഒരു സ്കൂള്. എവിടെ? അപ്പുറത്ത് സ്കൂൾ. നല്ല ആകാശം. ചൂട്, വെയില് മോത്തിക്കടിക്കും. ശരിക്കും നേരെ കാണാല്ലേ? ആകാശം ഇങ്ങനെ നമ്മുടെ അവിടെ ഇങ്ങനെ തെളിഞ്ഞിട്ടുള്ള ആകാശം കണ്ടിട്ട് കൊറേ ദിവസമായിട്ടോ. ഇപ്പോഴാണ് ഇവിടെ ഇങ്ങനെ തെളിഞ്ഞിട്ടുള്ളത്. നമ്മളെ വർത്താനം പറയുന്ന സമയത്തില്ലേ, എങ്ങനെ പറയാ, സംസാരം മാത്രമേ കേൾക്കുള്ളൂ. അയ്യേ, നമ്മുടെ മുഖം കാണില്ല എന്നാ ഞാൻ പറഞ്ഞത്. എന്താ അനിയേട്ടാ, പൊട്ടത്തരല്ലേ എന്തോ അങ്ങനെയല്ലേ പറഞ്ഞത്. എന്താ നേരെ മുഖം കണ്ട് സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ മുഖം കണ്ട് സംസാരിക്കാൻ പറ്റില്ലേ? അമ്മുന്റെ എങ്ങനെയുണ്ട് കാണിച്ചിട്ട കുട്ടി? അച്ഛ ചോപ്പ് ഇതേപോലെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അമ്മു കറുപ്പും കെട്ടിയിരിക്കണോ. നമ്മുടെ വണ്ടിയുടെ മുമ്പിൽ തന്നെ കുട്ടികളുണ്ട് കേട്ടോ. നല്ലൊരു കാലാവസ്ഥ, നല്ല സ്ഥലം അല്ലേ? കുറച്ചു നേരം നമ്മള് വഴി തെറ്റിപ്പോയിച്ചാലും പിന്നെ നല്ല സ്ഥലത്തെത്തണം. പക്ഷെ ചൂട്, അവിടെ ഒരു 3:30 ആകുമ്പോഴേക്കും എത്തണമെന്ന്. 3:30 കഴിഞ്ഞു വെച്ചാൽ അവിടെ 3:30 ആകുമ്പോഴേക്കും അവിടെ എത്തുമെന്ന് പറഞ്ഞിട്ടോ. അപ്പൊ 3:30 എത്തിക്കഴിഞ്ഞു വെച്ചാല് നമുക്ക് എന്താവും, കുറച്ചേരം അവിടെ കുറച്ച് ദൂരം നടന്ന് കാണുകയൊക്കെ ചെയ്യാലോ അല്ലേ? അപ്പൊ അവിടെ പറ്റുന്ന കാഴ്ചകളൊക്കെ നമ്മൾ എടുക്കാട്ടോ. കാണണ്ട, രണ്ടും എന്തൊരു ചൂടാ. കോട്ടോ ഇവിടുന്നുള്ള വ്യൂ ഇതാണ്ടോ, ഇങ്ങനെ കൊറേ അടുത്തടുത്ത്. എവിടെ? ണ്ടോ ഇവിടുന്ന് ഈ രണ്ട് സൈഡും കാഴ്ച നമുക്ക് കണ്ടിരിക്കാൻ നല്ല കാഴ്ചകളുണ്ട് അല്ലേ? നന്നായിട്ടുണ്ട്. നമ്മള് പുറത്ത് പോയിട്ടുള്ള വീഡിയോസുകളൊന്നും അധികം അങ്ങനെ എടുക്കാറേ ഇല്ല. നമ്മൾ എവിടേക്കാ പോണെന്ന് പറഞ്ഞില്ലല്ലോ. കാളവണ്ടി, കുതിരവണ്ടി പോണോ, അതെടുക്കാൻ പറ്റിയില്ല കേട്ടോ. നല്ല രസം കണ്ടോ? ഇനി 5 കിലോമീറ്റർ കുതിരവണ്ടിയും കാളവണ്ടിയും ഒക്കെ ഉണ്ട്. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കാളവണ്ടിയിലൊക്കെ കയറാന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. ഒട്ടകമൊന്നും ഉണ്ടാവും എനിക്കറിയില്ല കേട്ടോ. അപ്പൊ നമ്മള് കമ്മലൊക്കെ, ഞാൻ കമ്മല് ഊരി വെച്ചിട്ട് കാത് വേദനിച്ചിട്ട് കണ്ടു. എവിടെ പിന്നെ ഏട്ടാ, ഇനി അവിടെ പോയിട്ടുള്ള വിശേഷങ്ങൾ എടുത്താ മതിയോ? ഇതില് ഗ്ലാസ്. അപ്പൊ നമ്മളെവിടെ എത്തേണ്ട സ്ഥലത്ത് എത്തിട്ടോ. കുറച്ചു നേരം കൂടുതൽ ഒന്ന് നടന്നാലും അല്ലേ ഏട്ടാ? അതാ കണ്ടോ, അപ്പൊ നമ്മളെവിടെ എത്തി പറഞ്ഞു കൊടുക്ക്. ഇഷ. അപ്പൊ ഇതാ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണേ.